ന്യൂ പവർ ലഭിക്കും. പുതിയ സൃഷ്ടിയായി മാറുമ്പോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീ നയിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പുതിയ സൃഷ്ടിയായി ഈ ലോകം തരുന്ന ശക്തി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പുതിയ സൃഷ്ടിയായി ജീവിക്കുമ്പോ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുടെയും ദാനങ്ങളുടെയും ഫലങ്ങളുടെയും പുതിയ പവർ, പുതിയ ശക്തി നിനക്ക് ലഭിക്കും. ഒരു പുത്തൻ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകും. പത്രോസിന് പുതിയ ശക്തി ലഭിച്ചതുപോലെ, പൗലോസിന് പുതിയ ശക്തി ലഭിച്ചതുപോലെ, അപ്പോസ്തലന്മാർക്ക് പുതിയ ശക്തി ലഭിച്ചതുപോലെ നിനക്കും എനിക്കും പുതിയ ശക്തി ലഭിക്കും. സാക്ഷിയായി തീരാനുള്ള ശക്തി, സാക്ഷ്യം പറയാനുള്ള ശക്തി, ധീരത. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാത്രമാണ് ഭയപ്പെടുത്തുന്നത്. ഒരു കാര്യം മാത്രം ഭയപ്പെടുത്തുന്നു. എന്താണത്? ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഭയപ്പെടുത്തുന്നു. നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ മാത്രം നമ്മുടെ സമാധാനം നശിപ്പിക്കും. വേറെ ഈ ലോകത്തിലുള്ള അതെന്ത് നഷ്ടപ്പെട്ടാലും അത് നമ്മുടെ സമാധാനം നശിപ്പിക്കുകയില്ല. 1000 പേർ എതിര് നിന്നാലും സമാധാനം നഷ്ടപ്പെടുകയില്ല. എത്ര ആരോപണങ്ങൾ വന്നാലും സമാധാനം നഷ്ടപ്പെടുകയില്ല. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളൂ: അനുദിനം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ പുതിയ സൃഷ്ടിയാവുമ്പോ നിനക്ക് ലഭിക്കും. തിരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നീ പുതിയ സൃഷ്ടിയാകുന്നത്.